ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, തിരുവചനത്തിലെ ദ ഗോൾഡൻ റൂൾ എന്നറിയപ്പെടുന്ന തിരുവചനമാണ് നാം ഇന്ന് ശ്രവിക്കുന്നത്. നിയമവും പ്രവാചകന്മാരും ഈ ഒരൊറ്റ കാര്യത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് ക്രിസ്തു പറയുന്നത്. എന്താണ് ആ തിരുവചനം? മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എല്ലാവരും എന്നെ സ്നേഹിക്കണം, എന്നെ ബഹുമാനിക്കണം, പരിഗണിക്കണം, എനിക്കത് ചെയ്തു തരണം, ഇത് ചെയ്തു തരണം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം. പക്ഷേ ഇത് തിരിച്ചു കൊടുക്കാനായിട്ട് നിനക്ക് പറ്റിയാൽ പിന്നെ നിൻ്റെ ജീവിതം സ്വർഗതുല്യമായിട്ട് മാറും എന്നാണ് ക്രിസ്തു പറയുന്നത്. എല്ലാം ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ എന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ കൺസെപ്റ്റ്. എന്നാൽ ക്രിസ്തു പറഞ്ഞു തരുന്ന കാര്യം എന്താ? എല്ലാം അങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ട് കൊടുക്കുക. കൊടുക്കുന്നതിലൂടെ മാത്രമേ നിനക്ക് കിട്ടുകയുള്ളൂ എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുക. ഇപ്രകാരം കൊടുക്കാൻ പറ്റണമെങ്കിൽ എന്തു വേണം? അതാണ് ഈ വചനം നൽകുന്ന ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച്. നിൻ്റെ മുന്നിൽ വരുന്ന അപരനിൽ നീ നിന്നെ തന്നെ കാണാനായിട്ട് പറ്റണം. അതാ എപ്പോഴാണ് നമുക്ക് കൊടുക്കാൻ പറ്റണത്? എൻ്റെ മുന്നിലിരിക്കുന്നവൻ്റെ സങ്കടം കാണുമ്പോൾ, കേൾക്കുമ്പോൾ ഞാനും ആ വഴിയിലൂടെ അല്ലെങ്കിൽ ഇപ്രകാരമുള്ളൊരവസ്ഥയിൽ എത്തിപ്പെടാമായിരുന്നല്ലോ എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അവൻ്റെ സ്ഥാനത്ത് ഞാൻ എന്നെ തന്നെ എന്ന് കണ്ടു തുടങ്ങുന്നുവോ അപ്പോൾ അവനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ അവന് കൊടുക്കും. അതല്ലെങ്കിൽ നമ്മൾ അവനെ അപരനായിട്ടും ശത്രുവായിട്ടും മാത്രമേ കാണൂ. അല്ലെങ്കിൽ എൻ്റെ ശല്യമായിട്ടൊക്കെ നമ്മളുടെ മുന്നിൽ വരുന്നവരെ നമ്മൾ കാണും. തമ്പുരാൻ എന്നോട് കാണിച്ച വലിയ പരിഗണന ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ആയിരിക്കുന്ന ആ ഒരു തലത്തിലേക്ക് വളർന്നിരിക്കുന്നത്. എൻ്റെ ദൈവം എന്നെ കൈവിട്ടിരുന്നെങ്കിൽ, എൻ്റെ ദൈവം എൻ്റെ നേരെ ഒന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ ഇന്ന് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന നിസ്സഹായൻ്റെ അവസ്ഥയിലേക്ക് ഞാനും എത്തുമായിരുന്നു. ഇതൊന്നും എൻ്റെ കഴിവോ ബലമോ കരുത്തോ ഒന്നുമല്ല. എൻ്റെ കർത്താവ് എന്നോട് കാണിച്ച കാരുണ്യം അതൊന്നു മാത്രമാണ്. ഈ തിരിച്ചറിവ് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ മുന്നിൽ വരുന്ന മനുഷ്യനിൽ ഞാൻ ആദ്യം എന്നെ തന്നെ കാണാൻ തുടങ്ങും. കുറേ കൂടി കഴിയുമ്പോൾ മുന്നിൽ വരുന്ന മനുഷ്യനിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുഖം കണ്ടു തുടങ്ങും. അതാണ് വചനത്തിൽ പിന്നീട് നാം വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ഞാൻ വിശക്കുന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ ദാഹിക്കുന്നവനായിരുന്നു, കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എനിക്ക് അഭയം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഇത് കർത്താവിൻ്റെ ചോദ്യമാണ്. എന്ന് വെച്ചാൽ ഇപ്രകാരമുള്ള ജീവിതത്തിൻ്റെ നിസ്സഹായ അവസ്ഥയിൽ പെട്ടുപോയ മനുഷ്യരുടെ മുഖങ്ങളിൽ കർത്താവിൻ്റെ മുഖം കാണാൻ നിനക്ക് പറ്റണുണ്ടോ? അത് പറ്റണമെങ്കിൽ ആദ്യം നിസ്സഹായൻ്റെ മുഖങ്ങളിൽ ഞാൻ എൻ്റെ തന്നെ മുഖം കണ്ടു തുടങ്ങണം. അപ്പോൾ തീർച്ചയായിട്ടും മുന്നിൽ വരുന്ന മനുഷ്യനിൽ മുകളിലിരിക്കുന്ന ദൈവത്തിൻ്റെ മുഖം കാണാൻ എനിക്ക് പറ്റും. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ അവന് വേണ്ടി ചെയ്തു കൊടുക്കും. കാരണം അവന് കൊടുക്കുന്നതൊക്കെ എനിക്ക് നഷ്ടമല്ല, നേട്ടമാണ്. കാരണം ഞാൻ അവന് കൊടുത്താലും എനിക്ക് തിരിച്ചു കിട്ടുന്നത്. കാരണം ഞാൻ കൊടുത്തതൊക്കെ ദൈവത്തിന് വേണ്ടിയുള്ള സമർപ്പണമായി മാറുമ്പോൾ.